നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ജോയിൻ ഗാംബർ ട്രോഫിയുടെ ഡേറ്റും സമയവും എതിരാളികളെയും ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് FC ബാഴ്സലോണ. ബാഴ്സയുടെ സീസൺ ഓപ്പണറാണ് ജോയിൻ ഗാംബർ ട്രോഫി. പ്രീ സീസൺ മത്സരങ്ങൾ ഏഷ്യയിൽ കളിച്ചിട്ട് പിന്നെ ജോയിൻ ഗാംബർ ട്രോഫി, അതാണ് അവരുടെ സിരിയെ മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള അവസാന മത്സരം. അന്ന് ആരാധകർക്ക് മുന്നിൽ അവരുടെ ടീമിനെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ അവരുടെ എതിരാളികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോമോ 1907 ആണ് അവരുടെ എതിരാളികൾ. ഇറ്റാലിയൻ ക്ലബ്ബാണ് എതിരാളികളായിട്ട് വരുന്നത്. സെസ്ക് ഫാബ്രിഗസ് പരിശീലിപ്പിക്കുന്ന കോമോ. ബാഴ്സയുടെ മുൻ ഇതിഹാസം സെസ്ക് ഫാബ്രിഗസ് പരിശീലിപ്പിക്കുന്ന ടീമിൽ സെർജി റോബോട്ടോയുമുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 60ാമത്തെ എഡീഷനാണ് ജോയിൻ ഗാംബർ ട്രോഫിയുടെ 60ാമത്തെ എഡീഷനാണ് ഓഗസ്റ്റ് 10 നടക്കാൻ പോകുന്നത്. മത്സരം CEST സമയം 9 മണിക്കാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം 12:30. അപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ 11-ാം തീയതി ഓഗസ്റ്റ് 11 പുലർച്ചെ 12:30 എസ്റ്റാഡി യോഹാൻ ക്രൈഫിൽ ഈ മത്സരം നടക്കുന്നത്. നേരത്തെ ഇത് ക്യാമ്പ് നൗവിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ചില പ്രതിസന്ധികൾ വന്നതുകൊണ്ട് എസ്റ്റാഡി യോഹാൻ ക്രൈഫിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ടീം പ്രസൻറ്റേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുമെന്ന കാര്യം കൂടി ഒഫീഷ്യലായിട്ട് FC ബാഴ്സലോണ അറിയിക്കുന്നുണ്ട്. അതോടുകൂടി FC ബാഴ്സലോണ അടുത്ത സീസണിന് വേണ്ടി പൂർണ്ണമായിട്ടും സജ്ജമാകും. ഇതിൽ കൃത്യമായിട്ട് പറയുന്നു, ഏഷ്യൻ ടൂറിൽ വിസൽ കോബെ, അതുപോലെ FC സിയോൽ, ഡെയ്ഗോ FC എന്നിവരെ നേരിട്ടതിന് ശേഷം ബാഴ്സലോണ സ്പെയിനിലേക്ക് മടങ്ങിയെത്തും. കാറ്റലോണിയയിൽ ബാഴ്സലോണയിൽ വെച്ചിട്ട് അവർ കോമോക്കെതിരെ ഈ ഒരു കളി കളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് 16 ലലീഗയിൽ അവരുടെ ആദ്യ മത്സരമാണ് മയോർക്കക്കെതിരെ. ഇതൊരു ഹിസ്റ്റോറിക് മത്സരമായിരിക്കും എന്ന കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ബാഴ്സലോണയുടെ 125 വർഷത്തെ ചരിത്രത്തിലും കോമോയുടെ 118 വർഷത്തെ ചരിത്രത്തിലും ആദ്യമായിട്ടാണ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജോയിൻ ഗാംബർ ട്രോഫിയിൽ മാറ്റുരയ്ക്കാനെത്തുന്ന 9ാമത്തെ ഇറ്റാലിയൻ ടീമാണ് കോമോ. അതുപോലെ തന്നെ 14 തവണ ഇതിനു മുമ്പ് സിരിയെ ക്ലബ്ബുകൾ ജോയിൻ ഗാംബർ ട്രോഫിയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സാംഡോറിയയും AC മിലാനും 3 തവണ ജോയിൻ ഗാംബർ ട്രോഫി കളിക്കാൻ എത്തിയിട്ടുണ്ട്. FC ഇൻ്ററും അതുപോലെ തന്നെ യുവൻറ്റസും 2 തവണ വീതം വന്നിട്ടുണ്ട്. നാപ്പോളിയും പാർമയും AS റോമയും ബ്രസീലിയയും ഓരോ തവണ വീതം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കോമോ കൂടി എത്തുന്നു. കോമോയെ സംബന്ധിച്ചിടത്തോളം 2024-25 സീസണിൽ അവരൊരു റെവലേഷൻ തന്നെയായിരുന്നു. കാരണം 21 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ടോപ്പ് ഫ്ലൈറ്റിലേക്ക് മടങ്ങിയെത്തുന്നത്. എന്നിട്ട് സിരിയയിൽ അവർ 10ാം സ്ഥാനം പിടിച്ചു. ക്ലബിന് ബാഴ്സലോണയുമായിട്ടൊരു സ്ട്രോങ് ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ മാനേജർ സെസ്ക് ഫാബ്രിഗസ് ആണ്. കൂടാതെ സെർജി റോബോട്ടോ അവിടെ കളിക്കുന്നു. അത് കൂടാതെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി, അവരുടെ ഡിഫൻഡർ അലക്സ് വാല്ലെ, അദ്ദേഹം ലാമാസിയ പ്രൊഡക്റ്റാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ ബാഴ്സയുമായിട്ട് ലിങ്കുള്ള ഒരു ടീമും കൂടിയാണ് കോമോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.